വാണീഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസജഗത്പ്രണാമേ ദൃഷ്ടിഃ സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഹരി ഓം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 9-ാമത്തെ അധ്യായം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ ഭഗവത് സ്തുതിയാണ് വിഷയം. അതിൽ ബ്രഹ്മാവിൻ്റെ സ്തുതി നമ്മൾ കേട്ടു. അതിനുശേഷം എന്താ പറയണത്? മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി പറയുകയാണ് വിതുരനോട്, സ്വസംഭവം നിശാമ്യേവം തപോവിദ്യാസമാധിഭിഃ യാവന്മനോവചഃ സ്തുത്വാ വിരരാമ സഖിന്നവത്. 26-ാമത്തെ ശ്ലോകം. ഏവം തപോവിദ്യാസമാധിഭിഃ സ്വസംഭവം നിശാമ്യ സഹ യാവന്മനോവചഃ സ്തുത്വാ ഖിന്നവത് വിരരാമ. വിരരാമ എന്ന് പറഞ്ഞാൽ വിരമിച്ചു. ആര് വിരമിച്ചു? ബ്രഹ്മദേവൻ വിരമിച്ചു അല്ലേ? സഹ വിരരാമ. സഹ പറഞ്ഞാൽ അവൻ. ഇവിടെ അദ്ദേഹം എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിച്ചത്? ആ ബ്രഹ്മദേവൻ. സഹ വിരരാമ. ഇനി എവിടുന്ന് വിരമിച്ചു? അതൊക്കെയാണ് ആ അന്വയം നോക്കുമ്പോൾ മനസ്സിലാവും. ഏവം തപോവിദ്യാ സമാധിഭിഃ, ഇപ്രകാരം തപസ്സും ഉപാസനയും ഏകാഗ്രഭാവനയും കൊണ്ട് സ്വസംഭവം നിശാമ്യ, തൻ്റെ ആ കാരണഭൂതനെ കണ്ടിട്ട്, താൻ എവിടെ നിന്നാണോ ഉണ്ടായത് ആ ഒരു പരബ്രഹ്മത്തെ കണ്ടിട്ട് ആ ബ്രഹ്മദേവൻ യാവൻ മനോവചഃ സ്തുത്വാ ഖിന്നവത് വിരരാമ, മനസ്സിനും വാക്കിനും കഴിവുള്ളിടത്തോളം സ്തുതിച്ച ശേഷം തളർന്നവനെപ്പോലെ വിരരാമ വിരമിച്ചു. തൻ്റെ തപസ്, ഉപാസന, ഏകാഗ്രത ഇവ കൊണ്ട് തനിക്ക് കാരണഭൂതനായ ആ ഭഗവാനെ കാണാൻ കഴിഞ്ഞ ബ്രഹ്മാവ് തൻ്റെ വാക്കിനും മനസ്സിനും കഴിവുള്ള അത്രയും സ്തുതിച്ചിട്ടും തൃപ്തി വരാതെ വിഷമിച്ച് വിരമിച്ചു. കാരണം വാക്കുകൊണ്ട് പറയുന്നതിന് പരിമിതിയുണ്ട്, മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നതിലും പരിമിതിയുണ്ട്. അങ്ങനെ അദ്ദേഹം വിരമിച്ചു. നോക്ക് 27-ാമത്തെ ശ്ലോകം. അഥാഭിപ്രേതമന്വീക്ഷ്യ ബ്രഹ്മണോ മധുസൂദനഃ വിഷണ്ണചേതസം തേന കൽപ്പവ്യതികരാംഭസ ലോകസംസ്ഥാനവിജ്ഞാന ആത്മനഃ പരിഖിദ്യതഃ തമാഹാഗാധയാ വാച കശ്മലം ശമയന്നിവ. എന്താ പറയണത്? അഥ മധുസൂദനഃ ആത്മനഃ ലോകസംസ്ഥാനവിജ്ഞാനേ പരിഖിദ്യതഃ ബ്രഹ്മണഃ അഭിപ്രേതം അന്വീക്ഷ്യ തേന കൽപ്പവ്യതികരാംഭസ വിഷണ്ണചേതസം തം കശ്മലം ശമയൻ ഇവ അഗാധയാ വാച ആഹ. ബ്രഹ്മദേവൻ ആവണതുപോലെ സ്തുതിച്ച് അദ്ദേഹം വിഷമിച്ച് വിരമിച്ചു എന്ന് പറഞ്ഞപ്പോൾ, വിഷമിച്ചു. എന്തേ വിഷമിക്കാൻ കാരണം? ഭഗവാന്റെ മഹിമയെ പൂർണ്ണമായി അറിയാനും സ്തുതിക്കാനും തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമം. അതാണ് അദ്ദേഹം ദുഃഖിക്കാൻ കാരണം. അതിനുശേഷം എന്തുണ്ടായി? അനന്തരം ആ ഭഗവാൻ നാരായണൻ, അഥ മധുസൂദനൻ, ആ ഭഗവാൻ ആത്മനഃ ലോകസംസ്ഥാന വിജ്ഞാനേ പരിഖിദ്യതഃ, തൻ്റെ ആ പ്രപഞ്ചരൂപീകരണ പരിജ്ഞാന വിഷയത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മദേവൻ്റെ, ബ്രഹ്മണഃ അഭിപ്രേതം അന്വീക്ഷ്യ, അഭിപ്രായത്തെ മനസ്സിലാക്കിയിട്ട്, ആ ബ്രഹ്മദേവൻ്റെ ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട്, ലോകസൃഷ്ടിയെപ്പറ്റി വേണ്ടതുപോലെ അറിയാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം, ആ മനോഗതിയെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ആ മാനസിക വിഷമത്തെ ശമിപ്പിച്ചുകൊണ്ട് ഭഗവാൻ മറുപടി പറഞ്ഞു. തേന കൽപ്പവ്യതികരാംഭസ, വിഷണ്ണചേതസം, ദുഃഖിച്ചിരിക്കുന്ന തം, അദ്ദേഹത്തോട്, ബ്രഹ്മാവിനോട്, കശ്മലം ശമയൻ ഇവ, അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലുള്ള വിഷമത്തെ ശമിപ്പിച്ചുകൊണ്ട്, അഗാധയാ വാച, ആഴം ചേർന്ന ആ വാക്കിനാൽ, ആഹ അരുൾ ചെയ്തു, പറഞ്ഞു എന്നർത്ഥം. ശ്രീഭഗവാനുവാച. ഭഗവാൻ പറയാണ്, മാവേദഗർഭഗാസ്തന്ത്രീം സർഗ ഉദ്യമമാവഹ തന്മയാപാദിതം ഹ്യഗ്രേ യന്മാം പ്രാർത്ഥയത്തെ ഭവാൻ. വേദഗർഭ, അല്ലയോ ബ്രഹ്മദേവ, തന്ത്രീം മാ ഗാഹ. തന്ത്രീം എന്ന് പറഞ്ഞാൽ ഇവിടെ ആലസ്യത്തെ, മടിയെ, ആലസ്യത്തെ മാ ഗാഹ, ആലസ്യത്തെ പ്രാപിക്കരുത്, അങ്ങ് ഈ മടി പിടിച്ചിരിക്കരുത്. സർഗേ എന്ന് പറഞ്ഞാൽ സൃഷ്ടികർമ്മത്തിൽ, ഉദ്യമം ആവഹ,
ഉത്സാഹത്തെ കൈക്കൊള്ളുക. ഭവാൻ മാം യത് പ്രാർത്ഥയതേ തത് മയാ അഗ്രേഹി ആപാദിതം. അങ്ങ് എന്നോട് എന്തിനെയാണോ പ്രാർത്ഥിച്ചത് അത് ഞാൻ മുമ്പ് തന്നെ അങ്ങേക്ക് തന്നിട്ടുണ്ട്. അല്ലയോ ബ്രഹ്മദേവ, മാ വേദഗർഭഗാഹ തന്ത്രീം സർഗ ഉദ്യമമാവഹ. അല്ലയോ ബ്രഹ്മദേവ, അങ്ങ് ആലസ്യത്തിൽ വീണുപോകരുത്. സൃഷ്ടിയിൽ അങ്ങ് ഉത്സാഹവാനായി തീരണം. അങ്ങ് എന്നോട് പ്രാർത്ഥിച്ച ആ സൃഷ്ടി സാമർഥ്യം ഞാൻ അങ്ങേക്ക് മുമ്പ് തന്നെ അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്. അതങ്ങ് എന്ത് ചെയ്യുക? ഭൂയസ്ത്വം തപ ആദിഷ്ഠ വിദ്യാം ചൈവ മദാശ്രയാം താഭ്യാമന്തർഹൃതി ബ്രഹ്മൻ ലോകാൻ ദ്രക്ഷ്യസ്യ പാവൃതാൻ. ഭൂയസ്ത്വം തപ ആദിഷ്ഠ. അങ്ങ് എന്ത് ചെയ്യുക? വീണ്ടും കുറച്ചു കാലം കൂടി അങ്ങ് തപസ് ചെയ്യുക. വിദ്യാം ചൈവ മത ആശ്രയാം താഭ്യാം അന്തർഹൃതി ബ്രഹ്മൻ ലോകാൻ ദ്രക്ഷസി അപാവൃതാൻ. അങ്ങനെ തപസ്സും ഉപാസനയും അനുഷ്ഠിക്കൂ. ആ ഒരു തപസ്സിൻ്റെ പ്രഭാവം കൊണ്ട് ലോകങ്ങളെയെല്ലാം അങ്ങേക്ക് സ്വന്തം ഹൃദയത്തിൽ കാണാൻ കഴിയും. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഭൂയഃ എന്ന് പറഞ്ഞാൽ വീണ്ടും തപ ആദിഷ്ഠ, തപസ്സിനെ ചെയ്യുക. അല്ലയോ ബ്രഹ്മൻ ത്വം അങ്ങ് തപഃ മദാശ്രയാം വിദ്യാം ച ഭൂയഃ ആദിഷ്ഠ. അങ്ങ് തപസ്സിനെയും എന്നെ ആശ്രയിച്ചുള്ള ഉപാസനയെയും ഭൂയഃ വീണ്ടും ആദിഷ്ഠ അനുഷ്ഠിക്കുക. തപസ് കൊണ്ടും ഉപാസന കൊണ്ടും താഭ്യാം എന്ന് പറഞ്ഞാൽ ഇവ രണ്ടിനാൽ. ഏത് രണ്ടിനാൽ? തപസ് കൊണ്ടും ഉപാസന കൊണ്ടും അപാവൃതാൻ ലോകാൻ അന്തർഹൃതി ദ്രക്ഷ്യസി. മറ നീങ്ങി നിൽക്കുന്ന ലോകങ്ങളെ ഹൃദയത്തിനുള്ളിൽ അങ്ങേക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങ് അങ്ങയുടെ തപസ്സും ഉപാസനയും വർദ്ധിപ്പിക്കൂ. ആലസ്യത്തോടു കൂടി ഇരിക്കാണ്ടിരിക്കൂ എന്നർത്ഥം. തത ആത്മനി ലോകേ ച ഭക്തിയുക്തഃ സമാഹിതഃ ദ്രഷ്ടാസി മാം തതം ബ്രഹ്മൻ മയി ലോകാംസ്ത്വമാത്മനഃ. തഥാ ആത്മനി ലോകേ ച ഭക്തിയുക്തഃ സമാഹിതഃ ദ്രഷ്ടാസി മാം തതം ബ്രഹ്മൻ മയി ലോകാൻ ത്വം ആത്മനഃ. എന്താ പറയണത്? അങ്ങ് ഭക്തിയോടും ഏകാഗ്രതയോടും കൂടിയവനായിട്ട് അവനവനിലും ലോകത്തിലും വ്യാപിച്ച പരമാത്മാവായ എന്നെ, തന്നിലും ലോകത്തിലും വ്യാപിച്ച പരമാത്മാവായ എന്നെയും എന്നിൽ സ്ഥിതി ചെയ്യുന്ന ലോകങ്ങളെയും ജീവന്മാരെയും അങ്ങേക്ക് കാണാൻ കഴിയും. തഥാ ആത്മനി ലോകേച്ച ഭക്തിയുക്തഃ സമാഹിതഃ. അല്ലയോ ബ്രഹ്മദേവ, പിന്നെ ഭക്തിയുക്തഃ സമാഹിതഃ, ഭക്തിയുക്തനും ഏകാഗ്രചിത്തനുമായിട്ട് ആത്മനി ലോകേച്ച തതം, തന്നിലും ലോകത്തിലും വ്യാപിച്ചിരിക്കുന്ന മാം എന്നെ, എല്ലാത്തിലുമുള്ള ഈ പരബ്രഹ്മത്തെ മയി ലോകാൻ ആത്മനഃ ത്വം ദ്രഷ്ടാസി, എന്നിലുള്ള ലോകങ്ങളെയും ലോകത്തിലെന്നെയും എന്നിൽ ലോകങ്ങളെയും അങ്ങ് കാണുക. ത്വം ദ്രഷ്ടാസി, അങ്ങ് കണ്ടുകൊള്ളും. ഉപാസന കൊണ്ട് അങ്ങേക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ആ അറിവാകുന്ന ചക്ഷുസ് ലഭിക്കും അങ്ങേക്ക്. എന്നിട്ടോ യഥാ തു സർവഭൂതേഷു ദാരുഷ്വഗ്നിമിവ സ്ഥിതം പ്രതിചക്ഷീത മാം ലോകോ ജഹ്യാത്തർഹ്യേവ കശ്മലം. യഥാ തു സർവഭൂതേഷു ദാരുഷു അഗ്നിമിവ സ്ഥിതം. ദാരുഷു എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്ന അഗ്നിമിവ, അഗ്നിയെപ്പോലെ, സർവഭൂതേഷു സ്ഥിതം മാം, എല്ലാ വസ്തുക്കളിലും അന്തര്യാമിയായിട്ട് നിൽക്കുന്ന എന്നെ. വൃക്ഷത്തിൽ നമുക്ക് അഗ്നിയെ കാണാൻ സാധിക്കില്ല. പക്ഷേ രണ്ട് വൃക്ഷങ്ങൾ തമ്മിൽ വരുതിയാൽ അഗ്നി വരുന്നത് കാണാം. അപ്പോൾ അഗ്നി അതിലുണ്ട്, പക്ഷെ അത് പ്രകടമല്ല. തമ്മിൽ കൂട്ടി മുട്ടുന്ന സമയത്ത് മാത്രമേ അഗ്നി പ്രകടമാവുള്ളൂ. അരണിക്കോലിൽ അഗ്നി നമ്മൾ കാണില്ല, പക്ഷെ രണ്ട് അരണിക്കോല് കടയണ സമയത്ത് അഗ്നി പ്രകടമാവണത് കൊണ്ട് അതിൽ മുമ്പ് ഉണ്ട് എന്നർത്ഥം. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇതുപോലെ ഈ ചൈതന്യം ഇവിടെയുള്ള കല്ലിലും മണ്ണിലും പുല്ലിലും ഒക്കെ ഉണ്ട്, പക്ഷെ അത് പ്രകടമാവുന്നില്ല എന്ന് മാത്രം. ആ കടയണ സമയത്താണ് അഗ്നി പ്രകടമാവണത്. ഇതുപോലെ ഉപാസന, ധ്യാനം, ആത്മവിചാരമാകുന്ന കടയിൽ നടത്തിയാൽ നമ്മുടെ ഉള്ളിലുള്ള ആ അന്തര്യാമിയെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും എന്നർത്ഥം. മാം ലോകഃ യഥാ തു പ്രതിചക്ഷീത തർഹി ഏവ കശ്മലം ജഹ്യാത്.
അങ്ങയുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ മുഴുവൻ എന്നെ അറിഞ്ഞാൽ തീരും. കശ്മലം എന്ന് പറഞ്ഞാൽ പുണ്യപാപങ്ങളൊക്കെ ജഹ്യാത് ഉപേക്ഷിക്കുന്നതാണ് എന്നർത്ഥം. ഭക്തിയും ഏകാഗ്രതയോടും കൂടി അങ്ങ് കഴിഞ്ഞാൽ തന്നിലും ലോകത്തിലും വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവായ എന്നെയും എന്നിൽ സ്ഥിതി ചെയ്യുന്ന ലോകങ്ങളെയും ജീവന്മാരെയും അങ്ങേക്ക് അറിയാൻ സാധിക്കും. ഏതുപോലെ അരണിയിൽ അഗ്നി എന്ന പോലെ എല്ലാവരിലും അന്തര്യാമി സ്വരൂപേണ വിളങ്ങുന്ന ഈ ചൈതന്യത്തെ വിചാരം ചെയ്തറിഞ്ഞാൽ അങ്ങയുടെ സകല ദുഃഖങ്ങളും കർമ്മഫലങ്ങളായ പുണ്യത്തെയും പാപത്തെയും അങ്ങേക്ക് എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ സാധിക്കും എന്നർത്ഥം. യഥാരഹിതമാത്മാനം ഭൂതേന്ദ്രിയഗുണാശയൈ സ്വരൂപേണ മയോപേതം പശ്യൻ സ്വരാജ്യമൃച്ഛതി നാനാകർമ്മവിതാനേന പ്രജാ ബഹ്വീസൃക്ഷതഃ നാത്മാവസീദത്യസ്മിംസ്തേ വർഷീയാൻ മദനുഗ്രഹഃ. എന്താ പറയണത്? 33-ാമത്തെ ശ്ലോകം. യഥാരഹിതമാത്മാനം ഭൂതേന്ദ്രിയഗുണാശയൈ സ്വരൂപേണ മയോപേതം പശ്യൻ സ്വരാജ്യമൃച്ഛതി. ഭൂതേന്ദ്രിയഗുണാശയൈ രഹിതം ആത്മാനം സ്വരൂപേണ മയാ ഉപേതം പശ്യൻ യഥാ സ്വരാജ്യം ഋച്ഛതി. സ്വരാജ്യം എന്നുള്ളതുകൊണ്ട് മോക്ഷം എന്നാണ് അർത്ഥം. മോക്ഷപദവി. ഋച്ഛതി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക. മോക്ഷപദവിയെ പ്രാപിക്കുന്നു. സ്വരാജ്യം ഋച്ഛതി. മോക്ഷപദവിയെ പ്രാപിക്കുന്നു. ആര് പ്രാപിക്കുന്നു? എങ്ങനെ പ്രാപിക്കുന്നു? എന്നൊക്കെയാണ് വർണ്ണിക്കുന്നത്. നോക്കാം. യഥാരഹിതമാത്മാനം ഭൂതേന്ദ്രിയ ഗുണാശയൈ സ്വരൂപേണ മയോപേതം പശ്യൻ സ്വരാജ്യം ഋച്ഛതി. പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഭൂതേന്ദ്രിയ ഗുണാശയൈ. പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങളെന്ന് പറയുമ്പോൾ സത്വഗുണം, രജോഗുണം, തമോ ഗുണം, സത്വാദി ഗുണങ്ങൾ, അന്തഃക്കരണം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിവയോട് ചേർച്ചയില്ലാത്ത ജീവാത്മാവിനെ തൻ്റെ ആത്മസ്വരൂപമായ എന്നോട്, ഭഗവാൻ പറയുമ്പം പരമാത്മാവിനോട് എന്നർത്ഥം. ഈ അന്ധകരണത്തെയും ഗുണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും പഞ്ചഭൂതങ്ങളെയൊക്കെ ഈ പരമാത്മാവിനോട് ഏകീഭവിച്ചതായി കാണുന്നവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. പലതുകളില്ല, എല്ലാം പരമാത്മാവ് തന്നെ എന്നറിയുന്നവൻ മുക്തനായി എന്നർത്ഥം. മനസ്സും ബുദ്ധിയും അഹങ്കാരം ചിത്തവും ഇങ്ങനെ വേറെ വേറെയല്ല, ഒക്കെ ബ്രഹ്മം. തോട് വേറെ, കുളം വേറെ, കിണർ വേറെ, ശരിയാണ്, അതൊക്കെ വേറെ വേറെ തന്നെയാണ്. എന്നാൽ മഴ പെയ്ത് വെള്ളപ്പൊക്കം വന്ന് എല്ലാം ഒന്നായി കഴിഞ്ഞാൽ പിന്നെ തോട്ടിലെ വെള്ളം, കിണറ്റിലെ വെള്ളം അങ്ങനെ വ്യത്യാസമുണ്ടോ? ഇല്ല. ഇതുപോലെ ഈ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും പഞ്ചഭൂതങ്ങളും ഗുണങ്ങളും ഒക്കെ ജ്ഞാനം ഉദിച്ചാൽ ഒന്നായി മാറും. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ, അന്ധഃക്കരണം എന്നിവയോട് ചേർച്ചയില്ലാത്ത ജീവാത്മാവിനെ, ആ ജീവാത്മാവിനെ ആത്മസ്വരൂപമായ എന്നോട് ഏകീഭവിച്ചതായി കാണുന്നവൻ, ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തായി മാറുന്നു? അയാൾ മുക്തനായി മാറുന്നു. ഭൂതേന്ദ്രിയ ഗുണാശൈഹി രഹിതം ആത്മാനം. ഭൂതേന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ, അതുപോലെ അന്ധഃക്കരണം എന്നിവയോട് രഹിതം എന്ന് പറഞ്ഞാൽ ചേരാതെ ഇരിക്കുന്ന, ചേർന്നതുപോലെ തോന്നും, എന്നാൽ വാസ്തവത്തിൽ ചേർന്നിട്ടില്ല. ഭൂതേന്ദ്രിയങ്ങളും ഗുണാശയങ്ങളൊക്കെ ജഡങ്ങൾ, ഇതാവട്ടെ ചൈതന്യമാണ്. ആ ജീവാത്മാവിനെ സ്വരൂപേണ തൻ്റെ ആത്മസ്വരൂപമായ മയാ എന്നോട് ഉപേതം ഏകീഭവിച്ചതായി പശ്യൻ കാണുന്നവനാരോ അയാൾ ആരായി? അയാൾ അല്ലെങ്കിൽ ഇങ്ങനെ കാണാൻ എപ്പോഴാണോ സാധിക്കുന്നത്, ഈ ഒരു കണ്ണെപ്പോഴാണോ കിട്ടുന്നത്, അപ്പോൾ അദ്ദേഹം മോക്ഷപദവിയെ പ്രാപിക്കുന്നു. വ്യക്തമായില്ലേ? നാനാകർമ്മവിതാനേന പ്രജാ ബഹ്വീ സുസൃക്ഷതഃ നാത്മാവസിതത്യസ്മിംസ്തേ വർഷീയാൻ മദനുഗ്രഹഃ. നാനാകർമ്മവിതാനേന പ്രജാ ബഹ്വീഃ സുസൃക്ഷതഃ നാത്മാവസിതതി അസ്മിൻ തേ വർഷീയാൻ മദനുഗ്രഹഃ. നാനാകർമ്മവിതാനേന, പലവിധ കർമ്മങ്ങളുടെ ഭേദമനുസരിച്ചുള്ള പലവിധ പ്രജകളെ സൃഷ്ടിക്കുമ്പോഴും അങ്ങയുടെ മനസ്സിനെ
ക്ഷീണം ബാധിക്കില്ല. അതെൻ്റെ അനുഗ്രഹമാണ്. നാനാകർമ്മവിധാനേന പ്രജാ ബഹ്വീഹി സുസൃക്ഷത. പലതരത്തിലുള്ള പ്രജകളെ സൃഷ്ടിക്കുമ്പോഴും അങ്ങേക്ക് എന്തുണ്ടാവില്ല, അങ്ങേക്കൊട്ടും വിഷമമുണ്ടാവില്ല. എൻ്റെ അനുഗ്രഹം അങ്ങേക്ക് എപ്പോഴും ഉണ്ടാവും. പലതരം കർമ്മങ്ങളുടെ പരപ്പിലൂടെ അനേകാനേകം പ്രജകളെ സൃഷ്ടിക്കാൻ ഇച്ഛിക്കുന്ന അങ്ങയുടെ ആത്മാ അസ്മിൻ ന അവസീതതി. അന്ധക്കരണം ഇതിൽ തളരുന്നതല്ല. മദനുഗ്രഹ വർഷീയാൻ, എൻ്റെ അനുഗ്രഹം എപ്പോഴും അങ്ങേക്കുണ്ടാവും. പിന്നെന്താ പറയേണ്ടത്? ഋഷിമാദ്യം ന ബധ്നാതി പാപീയാം സ്ത്വാം രജോ ഗുണഃ യന്മനോമയി നിർബദ്ധം പ്രജാ സംസൃജതോപി തേ. ഋഷിമാദ്യം, ആദ്യം ഋഷി, ആദ്യ ഋഷിയായ അങ്ങയെ ബ്രഹ്മാവിനെ ന ബധ്നാതി പാപീയാം സ്ത്വാം രജോ ഗുണഃ, പാപമയമായ പാപീയാൻ രജോ ഗുണഃ, പാപം പെരുകിയ ആ രജോ ഗുണം അങ്ങയെ ബാധിക്കില്ല. രജോ ഗുണം അങ്ങയെ മലിനപ്പെടുത്തില്ല, അങ്ങയെ വിഷമിപ്പിക്കില്ല. ന ബധ്നാതി യന്മനോമയി നിർബദ്ധം പ്രജാ സംസൃജതോപിത്തെ. പ്രജകളെ സൃഷ്ടിക്കുമ്പോഴും പ്രജാ സംസൃജത അപ്പി, പ്രജകളെ സൃഷ്ടിക്കുമ്പോഴും അങ്ങയുടെ മനസ്സ് ആത്മാവായ എന്നിൽ ഉറച്ചിരിക്കും. മയി നിർബദ്ധം, മനഃ മയി നിർബദ്ധം, അങ്ങയുടെ മനസ്സ് എന്നിൽ തികച്ചും ബദ്ധമാണ്, എന്നിൽ ഉറച്ചിരിക്കും. പാപീയാൻ രജോഗുണ ആദ്യം ഋഷിം ത്വാം ന ബധ്നാതി. പാപം പെരുകിയ രജോഗുണം ആദ്യ ഋഷിയായ അങ്ങയെ ഒരിക്കലും ബാധിക്കില്ല. ഭഗവാന്റെ അനുഗ്രഹമാണ്. യത് പ്രജാഹ സംസൃത, സൃഷ്ടിക്കുമ്പോഴാണ് അധികം ബന്ധം ഉണ്ടാവുക, മമത ഉണ്ടാവുക. അങ്ങയെ ഞാൻ അനുഗ്രഹിക്കുകയാണ്, അങ്ങ് ഈ തത്വം മനസ്സിലാക്കി സൃഷ്ടിക്കുകയാണെങ്കിൽ അങ്ങയെ രജോഗുണം ബാധിക്കില്ല. അങ്ങ് മനസ്സെന്നിൽ വെച്ചാൽ അങ്ങയ്ക്ക് ഒന്നിനോടും ബന്ധമില്ലാണ്ടിരിക്കാം എന്നനുഗ്രഹിച്ചതാണ് ഭഗവാൻ. ജ്ഞാതോഹം ഭവതാ ത്വദ്യ ദുർവിജ്ഞേയോപി ദേഹിനാം യന്മാം ത്വം മന്യസേ യുക്തം ഭൂതേന്ദ്രിയ ഗുണാത്മഭിഃ. ജ്ഞാതോഹം ഭവതാ ത്വദ്യ ദുർവിജ്ഞേയോപി ദേഹിനാം യന്മാം ത്വം മന്യസേ യുക്തം ഭൂതേന്ദ്രിയ ഗുണാത്മഭിഃ. ജ്ഞാതോഹം, അഹം ദേഹിനാം ദുർവിജ്ഞേയഃ അപി, ഞാൻ ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ ശരീരികൾക്ക് ദുർവിജ്ഞേയനാണ് എങ്കിലും ഭവതാതു അദ്യ ജ്ഞാതഃ, സാധാരണക്കാർക്ക് എന്നെ അറിയാൻ പ്രയാസമാണ്. പക്ഷേ ഭവതാതു, അങ്ങയാലാകട്ടെ ഇന്ന് എന്നെ അങ്ങ് നേരാവണ്ണം അറിഞ്ഞു. അദ്യ ജ്ഞാതഃ, എങ്ങനെ അങ്ങയ്ക്ക് അറിയാൻ സാധിച്ചു? മാം ത്വം ഭൂതേന്ദ്രിയ ഗുണാത്മഭിഃ അയുക്തം മന്യസേ, എന്നെ അങ്ങ് ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, സത്വാദി ഗുണങ്ങൾ, അഹങ്കാരം ഇവയോട് അയുക്തം, ബന്ധമില്ലാത്തവനായിട്ട് അങ്ങ് കരുതുന്നുണ്ട്. ജഡത്തിനോട് ചേരാത്ത ഈ ചൈതന്യത്തെ അങ്ങ് വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് ജ്ഞാതോഹം. അഹം ദേഹിനാം ദുർവിജ്ഞേയഃ അപി ഭവതാതു അദ്യ ജ്ഞാതഃ. എന്നെ സാധാരണക്കാർക്ക്, ശരീരികൾക്ക് എന്നെ വേണ്ടതുപോലെ അറിയാൻ സാധിക്കില്ല. പക്ഷെ അങ്ങതറിഞ്ഞു. ജീവന്മാർക്ക് അറിയാൻ കഴിയാത്തതായ എന്നെ അങ്ങേക്ക് അറിയാൻ സാധിച്ചു. പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ ഇവയോട് ബന്ധപ്പെടാത്തവനായിട്ട് അങ്ങ് എന്നെ അറിഞ്ഞു. എന്നെ അറിയണം എന്നുള്ള ആഗ്രഹം അങ്ങേക്കുണ്ടായപ്പോൾ അങ്ങ് താമരത്തണ്ടിലൂടെ അന്വേഷിച്ചു കൊണ്ടിരുന്ന അങ്ങേക്ക് ഞാൻ എൻ്റെ സ്വരൂപം സ്വന്തം ഹൃദയത്തിൽ കാണിച്ചു തന്നില്ലേ എന്നാണ്. തുഭ്യം മദ്വിചികിത്സായാം ആത്മാ മേ ദർശിതോ ബഹിഃ നാളേന സലിലേ മൂലം പുഷ്കരസ്യ വിചിന്വതഃ. തുഭ്യം, അങ്ങേക്ക് മദ്വിചികിത്സായാം, എന്നെക്കുറിച്ച് അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ, അതാണ് മുഖ്യം. അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. തത്വം അറിയണം, മോക്ഷം വേണം, ഈശ്വരനെ അറിയണം എന്നുള്ള ആ ഒരു അടങ്ങാത്ത ദാഹം ഉണ്ടാവണം. അതുണ്ടായ സമയത്ത് അങ്ങ് അന്വേഷിക്കാൻ തുടങ്ങി. നാളേന സലിലേ പുഷ്കരസ്യ മൂലം വിചിന്വതഃ. താമരത്തണ്ടിലൂടെ ആ വെള്ളത്തിൽ, സലിലേ വെള്ളത്തിൽ, പുഷ്കരസ്യ താമരയുടെ മൂലം, മുരടിനെ, അടിസ്ഥാനത്തെ, വിചിന്വതഃ ആരാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ
അബഹിഹി തുഭ്യം മേ ആത്മാ ദർശിത. അങ്ങയുടെ അകത്ത്, ബഹിഹി എന്ന് പറഞ്ഞാൽ പുറത്ത്, അബഹിഹി എന്ന് പറഞ്ഞാൽ അകത്ത്, അങ്ങയുടെ ഉള്ളിൽ തന്നെ അങ്ങേക്ക് ഞാൻ എൻ്റെ ആ സ്വരൂപം കാണിച്ചു തന്നില്ലേ. യച്ചകർത്ഥാംഗ മത് സ്തോത്രം മത്കഥാഭ്യുദയാങ്കിതം യദ്വാ തപസി തേ നിഷ്ഠ സ ഏഷ മദനുഗ്രഹ. യച്ചകർത്ഥാംഗമസ്തോത്രം മത്കഥാഭ്യുദയാങ്കിതം യദ്വാ തപസി തേ നിഷ്ഠ സ ഏഷ മദനുഗ്രഹ. എന്താ പറയണത്? അംഗ അല്ലയോ ബ്രഹ്മൻ, മത്കഥാഭ്യുദയാങ്കിതം, എൻ്റെ കഥാഭ്യുദയത്താൽ അടയാളപ്പെട്ടതായ അല്ലയോ ബ്രഹ്മൻ, എൻ്റെ കഥകളെയും മഹിമകളെയും പ്രകാശിപ്പിക്കുന്ന മത് സ്തോത്രം, എൻ്റെ സ്തുതിയെ ചകർത്ത അങ്ങ് നിർവഹിച്ചു. യത് തേ തപസി നിഷ്ഠ യത് വാ സഹ ഏഷ മദനുഗ്രഹ. അങ്ങേക്ക് അങ്ങനെ സ്തുതിച്ച സമയത്ത് തപസ്സിൽ ഏകാഗ്രത കിട്ടി, അങ്ങേക്ക് തപസ് ചെയ്യാൻ സാധിച്ചു, എന്നെ അങ്ങേക്ക് കാണാൻ സാധിച്ചു. അതെല്ലാം എൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. തേ തപസി നിഷ്ഠ, അങ്ങേക്ക് തപസ്സിൽ ഏകാഗ്രഭാവന, യത് വാ സ ഏഷ മദനുഗ്രഹ, അതൊക്കെയും എൻ്റെ അനുഗ്രഹത്താലാണ് കേട്ടോ എന്ന് ബോധിപ്പിക്കുകയാണ്. നമുക്ക് ഈശ്വരനെ ചിന്തിക്കാൻ സാധിക്കുന്നതും ഭഗവാന്റെ ആ അനുഗ്രഹം കൊണ്ടാണ്, ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. പ്രീതോഹമസ്തു ഭദ്രം തേ ലോകാനാം വിജയേച്ഛയാ യതസ്തൗഷ്യർഗുണമയം നിർഗുണം മാനുവർണയൻ. പ്രീതോഹമസ്തു ഭദ്രം തേ ലോകാനാം വിജയേച്ഛയാ. പ്രീതോഹം, അഹം പ്രീതഃ, ഞാൻ സന്തുഷ്ടനാണ്. തേ ഭദ്രമസ്തു, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. എന്തുകൊണ്ട്? യത് ലോകാനാം വിജയേച്ഛയാ, ഈ ലോകത്തെ പരിപാലിക്കാനുള്ള ഇച്ഛ മൂലം അങ്ങ് നിർഗുണനായ എന്നെ സഗുണനായി വർണ്ണിച്ച് സ്തുതിച്ചില്ലേ. വാസ്തവത്തിൽ ഞാൻ നിർഗുണനാണെങ്കിലും സഗുണമായിട്ട് സ്തുതിക്കുന്നതും എന്നെ തന്നെയാണ്. ലോകങ്ങളെ രക്ഷിക്കാനായി ഗുണങ്ങളെ സ്വീകരിച്ചവൻ എന്ന പോലെ തോന്നപ്പെടുന്നു എന്നങ്ങ് വർണ്ണിച്ച് സ്തുതിച്ചതിനാൽ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. പ്രീതോഹമസ്തു ഭദ്രം തേ ലോകാനാം വിജയച്ഛയ യത് അസ്തൗഷീർ ഗുണമയം നിർഗുണം മാ അനുവർണയൻ. 40-ാമത്തെ ശ്ലോകം നോക്കൂ. യ ഏതേന പുമാൻ നിത്യം സ്തുത്വാ സ്തോത്രേണ മാം ഭജേത് തസ്യാശു സംപ്രസീദേയം സർവകാമവരേശ്വര. ഇനി ഫലശ്രുതി പറയണം. യ ഏതേന പുമാൻ നിത്യം, യഹ പുമാൻ നിത്യം ഏതേന സ്തോത്രേണ സ്തുത്വാ മാം ഭജേത്, ഏതൊരാൾ പതിവായിട്ട് ഈ സ്തോത്രം കൊണ്ട് സ്തുതിച്ച് എന്നെ ഭജിക്കുന്നുവോ സർവകാമവരേശ്വര ആശു തസ്യ സംപ്രസീദേയം, എല്ലാ അഭീഷ്ടവരങ്ങളെയും നൽകുവാൻ കഴിയുള്ള ഞാൻ ആ ആശു പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രസന്നനാകുന്നതാണ്. പൂർത്തേന തപസായജ്ഞൈഃ ദാനിർയോഗസമാധിന രാദ്ധം നിശ്രേയസം പുംസാം മത്പ്രീതിസ്തത്വവിന്മതം. പൂർത്തേന തപസ യജ്ഞൈഃ ദാനയോഗസമാധിന. പൂർത്തേന എന്ന് പറഞ്ഞാൽ പൂർത്തകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ കിണർ കുഴിക്കുക, ഇങ്ങനെയുള്ള സേവാപ്രവർത്തനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ലോകത്തിലുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യുക, വാപീകൂപാദി നിർമ്മാണങ്ങൾ, അതാണ് പൂർത്തകർമ്മം. തപസ് കൊണ്ടും യജ്ഞൈഹി യാഗങ്ങൾ കൊണ്ടും ദാനയോഗ സമാധിന ദാനയോഗ സമാധികളെ കൊണ്ടും പുംസാം ജനങ്ങൾക്ക് രാദ്ധം നിശ്രേയസം സിദ്ധമാകുന്ന ആ സൽഫലം മത്പ്രീതി തത്വവിന്മതം എൻ്റെ പ്രസാദം മാത്രമാകുന്നു. തത്വവിന്മതം, തത്വജ്ഞാനികളുടെ അഭിപ്രായം ഇതാണ്, അവരുടെ അഭിപ്രായം പറഞ്ഞതാണ്. ഈ ഒരു സ്തോത്രം അങ്ങ് ഇതാരാണോ ദിവസവും സ്തുതിക്കുന്നത്, ദിവസേന എന്നെ സ്തുതിക്കുന്നവരുടെ സർവാഭീഷ്ടങ്ങളും ഞാൻ സാധിപ്പിക്കും. പൂർത്തേന തപസാ യജ്ഞൈഹി, പരോപകാര പ്രവൃത്തികൾ, തപസ്, യജ്ഞങ്ങൾ, ദാനങ്ങൾ, യോഗം, സമാധി, ഇവ കൊണ്ടെല്ലാം സാധിക്കേണ്ട പരമപ്രയോജനം എൻ്റെ പ്രീതിയാണ്. ഇതാണ് തത്വജ്ഞാനികളുടെ അഭിപ്രായം. അതൊക്കെ ചെയ്ത ഫലം കിട്ടും ഈ ഒരു സ്തോത്രം സ്തുതിച്ചാൽ എന്നർത്ഥം. എന്നിട്ട് പറയാണ്, അല്ലയോ ബ്രഹ്മാവേ,
അഹമാത്മാത്മനാം ധാതഃ പ്രേഷ്ഠഃ സൻ പ്രയസാമപി അതോ മയി രതിം കുര്യാത് ദേഹാതിർയത് പ്രിയഃ. അഹം ആത്മാ ധാതഃ അഹം ആത്മനാം ആത്മാ പ്രയസാം അഭിപ്രേഷ്ഠഃ. അല്ലയോ ധാതാവേ, ഞാൻ ജീവാത്മാക്കളുടെ ആത്മാവും അധികം പ്രിയപ്പെട്ടവരുടെ ഇടയിൽ വെച്ച് അത്യധികം പ്രിയപ്പെട്ടവനുമാകുന്നു. അതഃ മയി രതിം കുര്യാത്, അതുകൊണ്ട് എന്നിൽ പ്രേമഭാവത്തെ അർപ്പിക്കണം. വിവേകികൾ അങ്ങനെയാണ്. യത് കൃതേ ദേഹാദി പ്രിയ, യാതൊരാത്മാവിന് വേണ്ടിയാണല്ലോ ദേഹം മുതലായത് പ്രേമാസ്പദമായിരിക്കുന്നത്. നമുക്ക് ദേഹത്തോട് സ്നേഹം തോന്നുന്നത് പോലും ആത്മാവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അതാണ് മുഖ്യം. പക്ഷെ അത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം. അഹം ആത്മാ ആത്മനാം ധാതഃ, അതെ ബ്രഹ്മാവേ, ഞാൻ ജീവന്മാരുടെ ആത്മാവാണ്, പ്രിയപ്പെട്ടവയിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ആത്മാവിന് വേണ്ടിയാണ് ശരീരാദികൾ പ്രിയപ്പെട്ടവയായിരിക്കുന്നത്. അതിനാൽ ആത്മസ്വരൂപനായ എന്നിൽ ഭക്തിയെ വളർത്തുകയാണ് വേണ്ടത്. നമുക്ക് നമ്മളുടെ ദേഹത്തോട് സ്നേഹം ഉണ്ടാവാൻ കാരണം എൻ്റെ ആയതുകൊണ്ടല്ലേ. പത്നിയോടാണെങ്കിലും മക്കളോടാണെങ്കിലും സ്നേഹം തോന്നാൻ കാരണം തന്നോട് ബന്ധപ്പെട്ടത് കൊണ്ടല്ലേ. അതുകൊണ്ട് അതിലൂടെയൊക്കെ നമ്മൾ സ്നേഹിക്കുന്നത് വാസ്തവത്തിൽ ആരെ തന്നെയാണ്? തന്നെ തന്നെയാണ്. ആ സത്യം മറന്നു പോകരുത്. താന്ന് പറഞ്ഞാൽ ഈ ദേഹമല്ല, ആത്മാവാണ്. അതും കൂടി ഒന്ന് ഉറപ്പിച്ചാൽ പൂർണ്ണമായി. സർവവേദമയേനേദം ആത്മനാത്മാത്മയോനിനാം, സർവവേദമയേനേദം ആത്മനാത്മാത്മയോനിനാ പ്രജാഃ സൃജ യഥാപൂർവം യാശ്ച മയ്യനുശേരതേ. ആത്മാ ആത്മയോനിന സർവവേദമയേന ആത്മന യാഹ മയി അനുശേരത്തെ പ്രജാഃ ഇദം ച യഥാപൂർവം സൃജ. ബ്രഹ്മദേവനോട് ഭഗവാൻ പറയണം. അതുകൊണ്ട് ബ്രഹ്മദേവ, സ്വയം ഞാൻ തന്നെയായ താങ്കൾ, ബ്രഹ്മദേവൻ വേറെയല്ല, ഭഗവാൻ തന്നെയാണ്. അത് ബ്രഹ്മദേവന് ഇത് ബോധ്യമായില്ല, പക്ഷേ ഭഗവാൻ അത് അറിയാം. ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലയോ ബ്രഹ്മദേവ, ഞാൻ തന്നെയായ താങ്കൾ ആത്മയോനിന സർവവേദമയേന, എന്നിൽ നിന്നുണ്ടായതും സമസ്ത ജ്ഞാനവിജ്ഞാനങ്ങളുടെ സ്വരൂപഭൂതമായതുമായ ആത്മന, തന്നെ കൊണ്ടു തന്നെ, യാഹ മയി, യാതൊന്നുകൾ എന്നിൽ അനുശേരത്തെ ഒതുങ്ങിക്കിടക്കുന്നുവോ, പ്രജാഹ ഇദം ച യഥാപൂർവം സൃജ, ആ ജീവരാശികളെ ത്രൈലോക്യത്തെയും 3 ലോകങ്ങളെയും അങ്ങ് പഴയപടിക്ക് മുൻപടിക്ക് സൃഷ്ടിച്ചാലും. ഞാൻ തന്നെയാണ് ബ്രഹ്മാവായ എന്നിൽ നിന്നുണ്ടായതും എല്ലാ ജ്ഞാനത്തിൻ്റെയും സ്വരൂപവുമായ അങ്ങ് എന്നിൽ ലയിച്ചിരിക്കുന്ന ജീവന്മാരെയും ത്രൈലോക്യത്തെയും പഴയപടി അങ്ങ് സൃഷ്ടിച്ചാലും, പണ്ട് സൃഷ്ടിച്ചതുപോലെ അങ്ങ് സൃഷ്ടിച്ചാലും അതിനുള്ള ശക്തി ഞാൻ അങ്ങേക്ക് തന്നു കഴിഞ്ഞു എന്നർത്ഥം. മൈത്രേയ ഉവാച, മൈത്രേയ പറയാം. തസ്മാ ഏവം ജഗത് സൃഷ്ട്രേ പ്രധാനപുരുഷേശ്വര വ്യജ്യേതം സ്വേന രൂപേണ കഞ്ചനാഭസ്ഥിരോ ദധേ. തസ്മാ ഏവം ജഗത് സൃഷ്ട്രേ പ്രധാനപുരുഷേശ്വര, പ്രകൃതിയുടെയും പുരുഷൻ്റെയും നിയന്താവായ, മായയുടെയും ജീവൻ്റെയും നിയന്താവായ, അതാണ് പ്രധാന പുരുഷേശ്വര. കഞ്ചനാഭ, ആ കഞ്ചനാഭൻ ശ്രീപത്മനാഭൻ, ജഗത് സൃഷ്ട്രേ, ചരാചര ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ, തസ്മൈ, ആ ബ്രഹ്മദേവന്, ഇതം ഏവം, സൃഷ്ടിക്കപ്പെടേണ്ടെന്ന ഈ വിശ്വത്തെ, ഏവം ഇപ്രകാരം, വ്യജ്യ പറഞ്ഞു കൊടുത്തിട്ട്, വ്യക്തീഭവിപ്പിച്ച്, സ്വേന രൂപേണ തിരോധത്തെ, സ്വകീയമായ നാരായണ സ്വരൂപത്തോടെ അന്തർധാനം ചെയ്തു. പ്രകൃതിയുടെയും ജീവൻ്റെയും നിയന്താവായ ആ പത്മനാഭൻ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന് സൃഷ്ടിക്കേണ്ട വിശ്വത്തെ ഇങ്ങനെ പ്രകടമാക്കി കൊടുത്ത ശേഷം തൻ്റെ ആ രൂപത്തെ മറച്ചു, അന്തർധാനം ചെയ്തു. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനകളെ സ്വീകരിച്ച് പൂർവകൽപ്പത്തിലെന്ന പോലെ ഈ പാത്മകൽപ്പത്തിലും ബ്രഹ്മദേവൻ അനാസക്തനായി ഭക്തിയുക്തമായിട്ട് സൃഷ്ടികർമ്മം നിർവഹിക്കാൻ പുറപ്പെടുകയാണ്. ഭഗവാന്റെ ആ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം സൃഷ്ടിക്കുന്നു. അങ്ങനെ വേണ്ട ഉപദേശമൊക്കെ കൊടുത്ത് ആ ശ്രീനാരായണമൂർത്തി തിരോഭവിച്ചു എന്നാണ് പറഞ്ഞത്. ബ്രഹ്മാവിൻ്റെ മനോഹരമായിട്ടുള്ള സ്തുതിയാണ് ഈ ഒരു അധ്യായത്തിലെ വിഷയം. പിന്നീട് ആ ഭഗവാന്റെ ഉപദേശം അത് കേട്ടിട്ട് ആ ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്.
ശ്രീഹരയേ നമ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ നവമോऽധ്യായः. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.